ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻ. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ബ്ലാക്കിലൊരു മൾട്ടി കളർ കോമ്പിനേഷനാണ്. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ബേബി കിഡ്സിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല അടിപൊളി സ്ലീവ്ലെസ് ടോപ്പും അതുപോലെ അംബ്രല കട്ട് പാൻറ്റും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ടോപ്പിൻ്റെ സ്ലീവിലും അതുപോലെ നെക്കിലും അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തുമായിട്ടാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഫുൾ ത്രെഡ് വർക്കാണ് ചെയ്യുന്നത്, അതും മൾട്ടി കളർ കോമ്പിനേഷനിലാണ്. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഇന്ന കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മൾട്ടി കളർ ഏതാണെങ്കിലും ബ്ലാക്കിൽ മാച്ച് ആണല്ലോ. എൻ്റെ കസിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കേട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ മോഡലും കാര്യങ്ങളൊക്കെ വിട്ടുതന്നിട്ടുണ്ടെങ്കിലും വർക്ക് എന്നോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. ആൾക്ക് വർക്കിനോട് വലിയ ഐഡിയ ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്തോളി എന്നുള്ള ഒരു ഓപ്ഷനായിരുന്നു കേട്ടോ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ, എന്ത് ചെയ്താലാണ് നമുക്ക് അവർക്ക് തന്നെ ഇഷ്ടമാവുക എന്നറിയില്ലല്ലോ. എന്നാലും ഞാൻ കുറേ പിൻട്രസ്റ്റിലും കാര്യങ്ങളൊക്കെ തപ്പി പിടിച്ച് ഒരു മോഡൽ എന്തായാലും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അവൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ ഓക്കെ ആയി. അങ്ങനെ നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയ 2 വയസ്സായ കുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വർക്കുകളൊന്നും ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം കട്ട് ബീഡ്സിൽ വർക്കൊക്കെ ചെയ്താൽ മക്കൾ ദേഹത്ത് കുത്തുന്നു എന്നുള്ളൊരു ലെവലിൽ പിന്നെ അവരത് ആ ഡ്രസ്സ് ഇടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ത്രെഡ് വർക്ക് ആദ്യം തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രെഡ് വർക്കിൽ തന്നെ എങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ചെയ്യാം എന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനധികവും ബുള്ളിയൻ നോട്ട്സും അതുപോലെ ബുള്ളിയൻ റോസ് ഫ്ലവേഴ്സും കൂടെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. റോസ് ഫ്ലവേഴ്സ് ഇടയ്ക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ബാക്കിയൊക്കെ ബുള്ളിയൻ നോട്ട്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. വർക്ക് കഴിയുന്നത് വരെ ആൾക്ക് ഞാനൊരു ഫോട്ടോ പോലും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്കൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ കസ്റ്റമർ ആകുമ്പോൾ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ഇത് പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് അയച്ചു കൊടുക്കാന്നുള്ള ലെവലിൽ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് അവൾക്ക് അയച്ചു കൊടുത്തത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അടുത്ത് നമ്മൾ പാൻറ്റാണ് കേട്ടോ. പാൻറ്റിൽ നമ്മൾ മുൻഭാഗത്ത് ഇതുപോലെ പട്ട വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബാക്കിൽ മാത്രമാണ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത്. മുന്നിൽ ഇതുപോലെ പട്ട വെച്ചത് ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ടോപ്പ് ഇറക്കമില്ലാത്ത അങ്ങനെ ടോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൻറ്റിൻ്റെ അരഭാഗത്ത് ഈ ഒരു വർക്ക് വന്നാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് ഈ സെയിം വർക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അവൾ തന്ന മോഡൽ പിക്കിലൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹാങ്ങിങ് ഒരു ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ മുത്തിൻ്റെ ഹാങ്ങിങ് ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ പേൾസ് ഹാങ്ങിങ് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഫുൾ ത്രെഡ് വർക്കാണല്ലോ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിലേക്ക് മുത്തിൻ്റെ ഹാങ്ങിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രെഡ് വെച്ചിട്ട് എങ്ങനെ ഹാങ്ങിങ് ചെയ്യാമെന്ന് ഒരുപാട് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടും എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ്. പക്ഷെ അത് ഇത്രയ്ക്ക് ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പരീക്ഷണമായിട്ട് ചെയ്തതാണ് കേട്ടോ. ഭംഗിയില്ലെങ്കിൽ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സത്യത്തിൽ ഈ ഒരു മൾട്ടി കളർ ഹാങ്ങിങ് കൂടി വന്നപ്പോഴാണ് കേട്ടോ ഒന്നും കൂടി ഒരു ഭംഗി കൂടിയത്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. കൂടെ ഒരു ഹെയർ ബാൻഡും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും അതുപോലെ മൾട്ടി കളർ ബുള്ളറ്റ് നോട്ട്സ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരാഴ്ചത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെയിം മോഡൽ തന്നെ നിങ്ങൾക്ക് പല കളറിലും പല സൈസിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. പക്ഷേ ബ്ലാക്കിൽ കിട്ടുന്ന ഈ ഒരു ഭംഗി വേറെ കളേഴ്സിൽ വെച്ച് ചെയ്താൽ കിട്ടില്ല കേട്ടോ. കാരണം ബ്ലാക്കിൽ നമ്മൾ മൾട്ടി കളർ മാച്ച് ആവുന്നത് പോലെ ബാക്കിയുള്ള കളേഴ്സിൽ അത്ര സ്യൂട്ടാവണമെന്നില്ല. സത്യത്തിൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻസിനും അതുപോലെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
പിന്നെ ഇതുപോലുള്ള വെറൈറ്റി മോഡൽസും അതുപോലെ വെറൈറ്റി കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കസ്റ്റമറുടെ ക്യൂട്ട് പിക്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.